ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചിന്നുവിനെ കാണാനായി ചന്ദ്രകാന്തത്തിലെത്തുന്ന അർച്ചന ചിന്നുവിനെ തിരികെ അമ്പാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോവാൻ തന്നെ തീരുമാനിക്കുകയാണ്. എന്നാൽ അർച്ചനയെ ഞെട്ടിച്ചുകൊണ്ട് ചിന്നു പറയുന്നുണ്ട്, അമ്മേ ഞാൻ വരുന്നില്ല, എനിക്കിവിടെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോ വന്നാൽ ശരിയാവില്ല, ഞാൻ പിന്നീട് വരാം അമ്മേ എന്നൊക്കെ അർച്ചനയോട് പറയാണ്. അത് കേട്ട് അർച്ചന ഒന്നും മിണ്ടാതെ സങ്കടത്തോടെ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. പുറത്ത് വന്നതിനു ശേഷം അർച്ചന ചിന്നു പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് വിഷമിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അതേസമയം ചിന്നു വന്ന് അർച്ചനയോട് പറയുന്നുണ്ട്, അമ്മേ ഞാൻ അമ്മയുടെ കൂടെ വരുന്നുണ്ട്, ഞാനിവിടെ നിൽക്കുന്നില്ല, ഞാനിവിടെ നിന്നിരുന്നെങ്കിൽ അമ്മ അതിന് സമ്മതിക്കുമെന്നാണ് വിചാരിച്ചത്. പിന്നീടാണ് എനിക്ക് അമ്മയുടെ മനസ്സ് എത്ര ഉരുകുന്നുണ്ടെന്ന് മനസ്സിലായത്. അതുകൊണ്ട് എൻ്റെ അമ്മയെ വിഷമിപ്പിച്ച് എനിക്ക് ഇനി ഇവിടെ നിൽക്കണമെന്നില്ല, ഞാൻ അമ്മയുടെ കൂടെ തന്നെ വരാമെന്ന് പറഞ്ഞ് ബാഗെല്ലാം എടുത്തുകൊണ്ട് ചിന്നു അർച്ചനയുടെ കൂടെ അമ്പാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. എന്നാൽ ചിന്നു പോയതോടെ വീണ്ടും അർച്ചനയുടെ മുന്നിൽ വിജയശങ്കറും ചന്ദ്രയും നാണം കെടുകയാണ്. ചന്ദ്രയാണെങ്കിൽ നാണം കെട്ട് ദേഷ്യത്തോടെ പുറത്തു വന്ന് അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം ചിന്നുവിനെയും കൊണ്ട് അർച്ചന അമ്പാട്ടിലെത്തുന്നുണ്ട്. എല്ലാവരും തന്നെ കുറെ ദിവസങ്ങൾക്ക് ശേഷം ചിന്നുവിനെ കാണുന്നത് കൊണ്ട് വിശേഷങ്ങളെല്ലാം ചോദിക്കുകയാണ്. അപ്പോഴാണ് അർച്ചന ചിന്നുവിന് ഇന്നുണ്ടായ ആപത്തിനെ കുറിച്ച് പറയുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് മഞ്ജു പറയുന്നുണ്ട്, എന്തായാലും ആ ജീവൻ കുമാറിനെ പൂവിട്ട് തൊഴണം, അയാൾ ആ സമയത്ത് കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോ ചിന്നുവിന്റെ ഗതി എന്തായിരിക്കുമെന്ന് മഞ്ജു അങ്ങനെ പറയാണ്. പിന്നീട് രമ്യാണെങ്കിൽ ചിന്നുവിനോട് ചോദിക്കുന്നുണ്ട്, മോളെ നിനക്കിപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ, കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അർച്ചനയാകട്ടെ ഈ പ്രശ്നം അങ്ങനെ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടില്ല. ചിന്നുവിനെ തട്ടിക്കൊണ്ടുപോകാൻ നോക്കിയവരെ അർച്ചന കണ്ടുപിടിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ വിജയശങ്കർ ആണെങ്കിൽ രാത്രിയിൽ ജഗദീഷ് വക്കീലിനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. ചിന്നു പോയതിന്റെ ദേഷ്യവും അർച്ചനയുടെ മുന്നിൽ നാണം കെട്ടതും ആ ജേക്കിയെ വീണ്ടും കാണാൻ പറ്റിയതും എല്ലാം ഓർത്തുകൊണ്ട് തന്നെ വിജയശങ്കറിനാണെങ്കിൽ ആകെ ദേഷ്യമാണ്. ജേക്കിക്ക് ഒരു പണി കൊടുക്കാനായി വിജയശങ്കർ ജഗദീഷ് വക്കീലിനോട് പറയാണ്, വീണ്ടും അന്ന് നമ്മുടെ ഓഫീസിൽ വന്ന് ബഹളുണ്ടാക്കിയ അയാളെ ഞാൻ കണ്ടു, എന്നെ അന്ന് അപമാനിച്ചിട്ട് പോയവനാണ് അവൻ, അതിനെല്ലാം ചേർത്ത് ഒരു മറുപടി കൊടുക്കാൻ പറ്റിയ സമയമാണിത്, അയാളെ എങ്ങനെ കൊടുക്കണമെന്ന് എനിക്കറിയാം, അതുപോലെ താനങ്ങ് ചെയ്താൽ മതി എന്നൊക്കെ വിജയശങ്കർ ജഗദീഷ് വക്കീലിനോട് അങ്ങനെ പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങനെ ജഗദീഷ് വക്കീൽ നിൽക്കുന്നുണ്ട്. ഇതോടെയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.